ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ ഡ്യുവറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. വണ്ടി കയറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന ഈ സി ഡി എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പുതിയത് വെച്ചതാണ്. സി ഡി യൂണിറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ പഴയ യൂണിറ്റ് കേട്ടോ. സി ഡി യൂണിറ്റിന് മാത്രം വന്നത് 1521 രൂപ വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സി ഡി യൂണിറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഈ അഡാപ്റ്ററൊക്കെ ഓൾറെഡി ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്ത് ഇത് ശരിക്കും വയറിംഗ് കിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. സെപ്പറേറ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ അത് മാറ്റൽ പോസിബിൾ അല്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അതിൻ്റെ ഈ അഡാപ്റ്റർ ഒരെണ്ണം മേടിച്ചിട്ട് സോൾഡർ ചെയ്ത് നമ്മൾ കയറ്റണം. പിന്നെ സെൽഫിൻ്റെ സ്വിച്ചൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വയറൊക്കെ ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ വയർ പൊട്ടിച്ചേക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യണം. അത് ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടേക്കാം. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേറെ പ്രോബ്ലം ഇല്ല. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണുന്നുണ്ട്. ക്ലച്ച് സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അഴിച്ചാണ്. കാരണം അത് അത്രയ്ക്കും സൗണ്ട് നല്ല രീതിയിലുള്ള ശബ്ദ വ്യത്യാസം കണ്ടതുകൊണ്ട് അഴിച്ചാണ്. അതിൻ്റെ ക്ലച്ചിൽ വരുന്നത് ഈ ഒരു വീലും അതിൻ്റെ ഈ ബുഷും പോയി കിടക്കുകയാണ്. ബോസ് ഡ്രൈവ് എന്ന് പറയും. ഇത് ബോസ് ഡ്രൈവ്, ഇത് വേരിയേറ്റർ ബോഡി. അത് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. ഇത് എത്രയും ഷേക്ക് അതിൻ്റെ ഉള്ളിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ അതും പ്രകാരം നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് ക്ലച്ചിനകത്ത്. അത് അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബാക്കിയത്തെ വീലുകൾ കംപ്ലയിൻറ്റ് വരും, ബുഷ് കംപ്ലയിൻറ്റ് വരും. ആ സൈഡ് അടിച്ച് എഞ്ചിൻ കേസിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ കൂട്ടത്തിക്കട അത് മാറ്റിക്കളയാം. ഇത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാനത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചപ്പോൾ നമുക്കത് പിന്നീട് നമുക്കൊരു 8ൻ്റെ പണി തരും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് മാറ്റിക്കളയാൻ പറഞ്ഞതിൻ്റെ കേസ്. എവിടെയൊക്കെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ തേമാനം കണ്ടാൽ നമുക്കറിയാം. വലിയ താമസമില്ലാണ്ട് മൊത്തം പൊട്ടി പൊളിഞ്ഞ് അതിൻ്റെ ക്ലച്ചിനകത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് ഇത് മാറണം, ഈ വന്ന ബുഷ് മാറണം, പിന്നെ ഈ വി ബുഷ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മാറണം. വേരിയേറ്റർ ഈ ബുഷുകൾ തൽക്കാലത്തേക്ക് തേമാനം ഉണ്ട്. പക്ഷേ തൽക്കാലം വേണമെങ്കിൽ അത് കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം കേട്ടോ. ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് താമസം വന്ന പണിയാണ്. അത് മൊത്തം പൊട്ടിച്ചേക്കാണ് വയറിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് തന്നെ എൻ്റെ താമസം വരും. പരമാവധി ഞാൻ ഇന്നത്തേക്ക് തരാൻ ട്രൈ ചെയ്യാം. പരമാവധി ശ്രമിക്കാം കേട്ടോ. ഉറപ്പ് കാരണം നമുക്ക് താമസം വന്ന പണിയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് സോൾഡർ ചെയ്തൊക്കെ കയറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരും. എന്തെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം. ഉറപ്പ് കുറയുള്ള ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.